ഇതുണ്ട് ഈ മിശ്രിതം അങ്ങോട്ട് തേച്ച് കൊടുത്താൽ നമ്മുടെ മുളകിനകത്തുള്ള വെള്ളീച്ചയുടെ ശല്യം നല്ലതുപോലെ അങ്ങോട്ട് മാറിക്കിട്ടും. ഇത് നമ്മൾ ഉണ്ടല്ലോ ഈ ഇലയുടെ 2 വശവും അങ്ങോട്ട് തളിച്ചു കൊടുക്കണം. ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. ഇത് തളിച്ചു കൊടുക്കും. ഈ വെള്ളീച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യരുത്. ഇതിപ്പം 2 സൈഡിലോട്ടും വെള്ളീച്ച ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് വെള്ളീച്ച ഇല്ല കേട്ടോ, നല്ല കട്ടിക്കിരിക്കണം. അങ്ങനെ അങ്ങോട്ട് 2 സൈഡും ഒഴിച്ചു കൊടുക്കുക. അടുപ്പിച്ച് 3-4 ദിവസം അങ്ങ് ചെയ്തു കൊടുക്കണം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചമുളകിനെ കുറിച്ചുള്ളതായ വീഡിയോ ആണ്. ഇപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വരുന്ന ഒരു സംഭവമാണ് പച്ചമുളക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അത്യാവശ്യം വേണ്ടതായ പച്ചമുളക് നമ്മൾ നട്ടുപിടിപ്പിക്കുക. അപ്പം പച്ചമുളക് നടുമ്പോൾ എല്ലാവർക്കും എന്താണ് ഒരു പ്രശ്നം തന്നെയാണ് ഇത് കുരുടിപ്പും കാര്യങ്ങളൊക്കെ. അപ്പം അതിനെക്കുറിച്ചുള്ളതായ കുറച്ച് കാര്യങ്ങൾ, ടിപ്സുകളും ട്രിക്സുകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യാനായിട്ട് വിത്തുകളും ഗ്രോബാഗുകളും ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോബാഗുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ മുളകിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിത്തൊക്കെ പാകിയിട്ട് നമ്മൾ അതിൽ നിന്നും മുളച്ചു വരുന്നതായ ആരോഗ്യമുള്ള തൈകളെ വേണം നമ്മൾ പറിച്ച് നടാനായിട്ട്. അപ്പോൾ ഒരു 5-ലെ 6-ലെ പരുവമൊക്കെ ആകുമ്പം വേണം നമ്മൾ ഈ മുളകിനെയൊക്കെ പറിച്ച് മാറ്റി നടാനായിട്ട്. അപ്പോൾ മുളക് നടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു ബാഗ് തന്നെയാണിത്. അപ്പോൾ അതിനകത്തോട്ട് മണ്ണ് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ഈ വിത്തുകളെ ഒന്ന് വിതറിക്കൊടുക്കാം. ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ളവർ ഇതൊന്ന് ഉയർത്തി വെക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇതിനകത്ത് എന്താണെന്ന് അറിയാമോ, ഒരു സ്വല്പം സൂഡോമോണസ് എടുത്തിട്ട് കലക്കി നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു സ്വല്പം സൂഡോമോണസ് എടുത്തിട്ട് നമുക്ക് അതിന് കലക്കി ഒഴിക്കാം. ഇതിനകത്തോട്ട് തളിച്ചങ്ങ് കൊടുക്കണം. ഇനി ഇത് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒരാഴ്ച വേണ്ട ഒരു 4 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ വളർന്നു വരും. എന്നിട്ട് ഒരു 4-ലെ പരുവമൊക്കെ ആകുമ്പോൾ നമ്മളിതിനെ പറിച്ച് നടണം. അപ്പോൾ ആരോഗ്യമുള്ള തൈകളെ വേണം നമ്മൾ പറിച്ച് മാറ്റി നടാനായിട്ട്. ഇപ്പം കണ്ടില്ലേ, ഒരു 4-5 ഇല പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിതിനെ പറിച്ച് മാറ്റി നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി മണ്ണ് എന്ന് വെച്ചാൽ കുമ്മായമൊക്കെ ഇട്ട് ഒരു ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 10 ദിവസമോ കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നടാനായിട്ട്. എല്ലാ രീതിയിലും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അവനവൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് വെച്ച് അതിനകത്തോട്ട് നമ്മൾ മണ്ണ് നീക്കിയിട്ട് കൊടുക്കാം. 2 എണ്ണം നട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് സ്വല്പം സ്യൂഡോമോണസ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അങ്ങോട്ട് കുരുടലും ഒക്കെ ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്യൂഡോമോണസ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ 10 ദിവസം കൂടുമ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നല്ല ആരോഗ്യത്തോടുകൂടി വളർന്ന് കിട്ടും. പിന്നെ ഇടയ്ക്കൊക്കെ ഈ പ്രയോഗങ്ങളൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ ഈ നിൽക്കുന്നുണ്ടോ മുളകൊക്കെ ഇതേപോലെ നമുക്ക് മുളക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ സംഭവം എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം, നമ്മുടെ എടുത്തു വച്ചിരിക്കുന്നത് കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മുടെ നാരങ്ങാത്തൊണ്ട്, വെളുത്തുള്ളി, പച്ചമഞ്ഞൾ ചതച്ചിട്ടത്, 2 സ്പൂൺ തൈര്, കണ്ടതെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. 1 കുടം വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. പച്ചമഞ്ഞൾ ഇല്ലാത്തവർ മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് വലിച്ചെറിയുന്ന നാരങ്ങയുടെ തൊലിയുണ്ടല്ലോ, അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് ഒരു 3-4 ദിവസം അങ്ങ് വെച്ചേക്കണം. അപ്പോൾ ഇതിന് നല്ലൊരു പുളിച്ച സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വെള്ളീച്ചയോ എന്തെങ്കിലുമൊക്കെ കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വന്നിരിക്കാതെ, മീലി ബഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് പൊക്കോളും, ഇതിൻ്റെ അടുത്തോട്ട് പോലും വരത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നറിയാമോ, ഇത് 1 ഗ്ലാസ് എടുത്തിട്ട് ഒരു 3 ഗ്ലാസ് ആക്കി ഇതിൻ്റെ ചുവട്ടിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടല്ലോ ഈ ഇലയുടെ 2 വശവും അങ്ങോട്ട് തളിച്ചു കൊടുക്കണം. ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. ഇത് തളിച്ചു കൊടുക്കും. ഈ വെള്ളീച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യരുത്. ഇതിപ്പം 2 സൈഡിലോട്ടും വെള്ളീച്ച ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് വെള്ളീച്ച ഇല്ല കേട്ടോ, നല്ല കട്ടിക്കിരിക്കണം. അങ്ങനെ അങ്ങോട്ട് 2 സൈഡും ഒഴിച്ചു കൊടുക്കുക. അടുപ്പിച്ച് 3-4 ദിവസം അങ്ങ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ ഇലയൊക്കെ കുരുടിക്കുകയെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ അതിൻ്റെ മണ്ട അങ്ങ് നുള്ളി കൊടുക്കണം. അപ്പോൾ കുരുടിച്ചതിൻ്റെ മാത്രമല്ല, അല്ലാത്തതിൻ്റെ മണ്ട നമ്മൾ നുള്ളി കൊടുത്താൽ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടം പോലെ ബ്രാഞ്ചസ് വരികയും നല്ല രീതിയിൽ അതിനകത്ത് മുളക് പിടിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല ആരോഗ്യത്തോട് വരുന്ന തൈകളാണിത്, കണ്ടില്ലേ.
അപ്പോൾ അതിനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടമൊന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മണ്ട ഒന്ന് നുള്ളി കൊടുക്കുക. മണ്ട ഒന്ന് നുള്ളി കൊടുക്കുമ്പോൾ പിന്നെ ഒരുപാട് ബ്രാഞ്ചസിനകത്തങ്ങ് വന്നോളും. അതേപോലെ ബ്രാഞ്ചസൊക്കെ വന്ന പച്ചമുളകാണ് ഈ നിൽക്കുന്നതൊക്കെ കേട്ടോ. ഇതേപോലെ നുള്ളി കൊടുത്തിട്ടാണ് ഇതിനകത്തൊക്കെ കുറേ ബ്രാഞ്ചസ് വരികയും നല്ലതുപോലെ പൂക്കളൊക്കെ വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 10 മൂട് മുളക് നട്ടാലേ നമുക്കൊരു 5 മൂടെങ്കിലും നമുക്ക് ശരിക്കും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, കുരുടി നിൽക്കുന്നുണ്ടോ? അപ്പോൾ അതിനെ നമ്മുടെ നഖം കൊണ്ട് തന്നെ അങ്ങ് നുള്ളി കൊടുക്കുന്നതാണ് നല്ലത്. കത്തിയൊന്നും വേണ്ട, ഈ ഇത്രയും ഭാഗത്തങ്ങ് നുള്ളി മാറ്റിയേക്കാം. അപ്പോൾ അതിനകത്ത് ഇനി വേറെ ബ്രാഞ്ചസൊക്കെ വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചാണകം ഇട്ട് കൊടുക്കാം, സൂപ്പർ മീൽ, നമ്മുടെ പഴകിയ കോഴിക്കാഷ്ടം, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ വളമിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് വരുന്ന ആവശ്യമില്ലാത്തതായ പുല്ലുകളൊക്കെ നമ്മൾ പറിച്ച് മാറ്റി കളയണം. അപ്പോൾ ഇത് കണ്ടോ, കുഞ്ഞു പ്രായത്തിൽ ഞാൻ എൻ്റെ മണ്ട നുള്ളി കൊടുത്തിട്ട് കുറേ ബ്രാഞ്ചസ് വരുന്നുണ്ടോ. അപ്പോൾ എത്ര എണ്ണമായിരുന്നു നോക്കി. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ നുള്ളി കൊടുത്താൽ നമുക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ടാവുകയും എല്ലാത്തിലും പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിനെ അങ്ങ് പോയാൽ വലിയ രസമില്ല കാണാനായിട്ട്, അധികം കായും പിടിക്കത്തില്ല. ഇങ്ങനെ നമ്മൾ ബ്രാഞ്ചസ് ആക്കിയെടുത്താൽ നമുക്ക് നല്ലതുപോലെ കുറേ നാൾ നമുക്കതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതുണ്ട്, കുരുടി നിന്നതിന് നമ്മൾ മണ്ട നുള്ളി കൊടുത്തപ്പോഴത്തേക്ക് ഒരു 4-5 ദിവസം ആയതേ ഉള്ളൂ. ഇഷ്ടംപോലെ തളിർപ്പുകൾ ഇതിനകത്ത് വരുന്നുണ്ട് കണ്ടോ. ഇതേപോലെ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. കണ്ടല്ലോ, എല്ലാത്തിലും നല്ല രീതിയിൽ വളർന്നു വരുന്നത്. ഇതൊക്കെ അതൊരു ഒടിച്ച് നിർത്തിയിരിക്കുക. അപ്പം പിന്നെ എല്ലാവരുടെയും ഒരു ഇതാണ് പൂക്കൾ കൊഴിയുന്നെന്നുള്ളത്. പൂക്കൾ കൊഴിയുന്നതിന് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. വഴുതനയിലാണെന്നെങ്കിലും പയറിനകത്താണെന്നുണ്ടെങ്കിലും മുളകിനകത്തുണ്ടെങ്കിലും അത് ഏത് പച്ചക്കറിയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്ന് പുക കൊള്ളിക്കുക. നമ്മുടെ അടുപ്പിലെ കനൽ വെച്ചിട്ട് നമുക്ക് പിന്നെ ഒന്ന് പുക തട്ടിച്ചാൽ എന്ന് വെച്ചാൽ പിന്നെ പുക ഈ ഈ പൂവിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ട, ഒന്ന് മാറ്റി പിടിച്ച് അത് ഏത് ദിശയിലോട്ടാണോ അതിൻ്റെ പുക പോകുന്നത് അതിനനുസരിച്ച് നമ്മൾ മാറ്റി പിടിച്ചു കൊടുക്കുക. അപ്പം ആ പൂക്കളൊക്കെ നല്ല ശക്തിയോടെ അതിൽ തന്നെ നിൽക്കുകയും നമുക്കത് കായായിട്ട് കിട്ടുകയും ചെയ്യും. ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമ്മൾ ഇതേപോലെ നമ്മുടെ ചെടികൾക്ക് ഏത് പച്ചക്കറികൾക്കാണെന്നുണ്ടെങ്കിലും ഒന്ന് പുകച്ചു കൊടുക്കുന്നത് അവരുടെ ഈ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നമുക്ക് അതെല്ലാം കായായിട്ട് ലഭിക്കാനായിട്ട് വളരെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ കീടങ്ങളും കുറേ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. ആവശ്യമില്ലാത്ത കീടങ്ങളൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് ചൂടേൽക്കുമ്പോഴൊന്ന് താഴെ വീഴും. ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കണം. ആഴ്ച 2 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിത് അടുപ്പിലെ കനലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അടുപ്പിലെ കനലിനകത്ത് ഒരു സ്വല്പം പുകയുന്ന എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. കുന്തിരിക്ക ഉണ്ടെങ്കിൽ അത് ഇടാം. ഞാനിപ്പോൾ അറക്കപ്പൊടിയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. എന്ത് ചെയ്താലും ഒന്ന് പുക കിട്ടിയാൽ മാത്രം മതി. ഇങ്ങനത്തുള്ള പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ചിരട്ടകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമില്ലാത്ത പാത്രങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പുക കൊള്ളിക്കാം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ പിന്നെ വെള്ളീച്ച ശല്യം ഭയങ്കരമാണ് നമ്മുടെ ഈ മുളകിനകത്തൊക്കെ വെള്ളീച്ച ശല്യം. അപ്പം നല്ല രീതിയിൽ പിന്നെ വെള്ളം തളിച്ചു കൊടുക്കുക. അതിൻ്റെ ചുവട്ടിൽ മാത്രമല്ല നമ്മൾ ഈ ഓസൊക്കെ വെച്ചിട്ട് ഓസ് ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ മഗ്ഗിലിനകത്ത് കൊരി ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫുള്ള് ഒരു മഴയുടെ പ്രതീതിയിൽ നമ്മൾ ഇതിനകത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വെള്ളീച്ചയുടെ ശല്യം കുറേയൊക്കെ മാറിക്കിട്ടും. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ വെള്ളീച്ചയ്ക്ക് ഈ ഇലയ്ക്കകത്ത് വന്നിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം 2 സൈഡിലും തേക്കണം. വെള്ളീച്ച 2 ഭാഗത്തും വന്ന് കാര്യമായിട്ടാണ് ആക്രമിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതുവരെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പം പറഞ്ഞാൽ ഇനി എന്തോന്ന് അറിയത്തില്ല, ഇനി എപ്പം വേണമെങ്കിലും വരാം. അപ്പോൾ ഇതിനകത്ത് ഇതുവരെ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിതിനകത്ത് നല്ലത് രീതിയിൽ ഇപ്പോൾ അധികം കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നിന്ന് ഇതുവരെ ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുഞ്ഞു പ്രായത്തിലേ കണ്ടില്ലേ, ഒരു പൂ നഷ്ടപ്പെടാതെ എല്ലാം അതിനകത്ത് കായായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അതിനകത്ത് മുളകും പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കഞ്ഞിവെള്ളത്തിനകത്ത് ചാരം കലക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഒഴിക്കണമെന്ന്. പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് ചാരം കലക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചാൽ മുളകിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മുടെ മുളകിനകത്തൊക്കെ നല്ലതുപോലെ മുളക് പിടിക്കാനായിട്ട് പുളിച്ച കഞ്ഞോളം എടുക്കണം. പുളിച്ച കഞ്ഞോളം എന്ന് പറയുമ്പോൾ നമ്മൾ തലേന്ന് വാർത്തിട്ട് പിറ്റേന്നാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചാരം ഇട്ട് കൊടുക്കണം. 1-2-3 പിടി ചാരം ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്യണം. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിന് ഇരട്ടി വെള്ളം ചേർക്കുക. ഒരു 3 ഇരട്ടി വെള്ളം ഇതിനകത്ത് ചേർത്തിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ നമുക്കത് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ കുറുകുറാന്ന് ഒഴിക്കേണ്ട കാര്യമല്ല കേട്ടോ. നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്.
അടുത്തതെന്ന് വെച്ചാൽ പുളിച്ച തൈരാണിത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പുളിച്ച തൈര് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്തെന്ന് വരത്തില്ല. അപ്പോൾ അത് നമുക്ക് ഈ ചെടികൾക്ക്, നമ്മുടെ മുളകിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. എല്ലാ ചെടികൾക്കും നല്ലതാണ്, പക്ഷേ നമ്മുടെ മുളകിന് ഏറ്റവും നല്ലതാണ്. ഈ മുളകിനകത്ത് ഇത് നമ്മൾ നേരത്തെ അമൃതം പാനി എന്നും പറഞ്ഞിട്ട് നമ്മളത് ഒരു വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ല പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പം അത് ശർക്കര ഇട്ടിട്ട് കുറച്ച് ദിവസം വെച്ചിരുന്നിട്ട് പുളിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് മിക്സിയിൽ അടിച്ചിട്ട് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ പാലിരുന്ന് ചീത്തയാവുന്ന പാല് അതൊക്കെ നമുക്കതിനകത്ത് നമ്മുടെ പച്ചമുളകിന് ഉപയോഗിച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്ന് കഴുകുന്ന വെള്ളം, അരി കഴുകുന്ന വെള്ളം, അപ്പം നമ്മൾ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ കഴുകുമല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കളയാതെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇഷ്ടം പോലെ മുളക് നമുക്ക് പൂക്കളൊക്കെ കൊഴിയാതെ നമുക്ക് കായായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് ഇങ്ങനെ ഈ കടലപ്പിണ്ണാക്ക് കിട്ടും, കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറയും. ഇച്ചിരി സ്വല്പം വിലയുണ്ട്, വില കൊടുത്ത് വാങ്ങിക്കാമെന്നുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ. അതില്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. ഈ കഞ്ഞിവെള്ളം ചാരമൊക്കെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇത് കുതിർത്തിട്ട് ഇതേപോലെ 3 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒരു 5 ദിവസത്തെ ഗ്യാപ്പെങ്കിലും കൊടുത്തിട്ട് നമുക്കിങ്ങനെ ലിക്വിഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ ചെടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ സസ്യങ്ങൾക്കും കൊടുക്കാവുന്നതാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ മഞ്ഞക്കണിയുണ്ട്. മഞ്ഞക്കണി നമ്മൾ നമ്മുടെ ഈ സ്വീറ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടിന്നിനകത്തൊക്കെ മഞ്ഞ പെയിൻറ്റ് അടിച്ചിട്ട് അതിനകത്ത് ഗ്രീസോ എണ്ണയോ എന്തെങ്കിലും തേച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നമ്മളൊരു കമ്പ് നാട്ടിട്ടുണ്ടല്ലോ എന്തായാലും നമ്മുടെ ഈ ഇത് ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അതിനകത്തോട്ട് കെട്ടി വെച്ചിരുന്നാൽ ഈച്ചയൊക്കെ പ്രാണികളുമൊക്കെ ഇതിനകത്ത് വന്ന് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ളീച്ചയൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം കൊണ്ടുവന്ന് ഈ മുളകിൻ്റെ മൂട്ടി മറിക്കാമെന്ന് കരുതരുത്. അപ്പോൾ അത്യാവശ്യമുള്ളതായ വേസ്റ്റ് എന്ന് വെച്ചാൽ മുട്ടത്തോട്, നമ്മുടെ തേയിലക്കൊന്ത്, അതുപോലെ ഉള്ളിത്തൊലി, പിന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ ചെത്തുന്നതിൻ്റെ തോല്, ഉരുളക്കിഴങ്ങിൻ്റെ തോല്, ഇത്രയും സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ഗ്രോ ബാഗിനകത്ത്, ഈ മുളകിൻ്റെ ഗ്രോ ബാഗിനകത്ത് നമുക്ക് സൈഡിൽ അത് നടുക്കുകൊണ്ടൊന്നും ഇടാതെ സൈഡിൽ കുറച്ച് മണ്ണ് ചുറ്റിനും ഇളക്കി കൊടുത്തിട്ട് നമ്മളതിൻ്റെ ചുറ്റിനും കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക. ഏറ്റവും സൂപ്പർ വളമാണ്. നല്ല ആർത്തിയോടുകൂടി നമ്മുടെ ഈ മുളകൊക്കെ വളർന്നു വരികയും നല്ല രീതിയിൽ നമുക്ക് മുളക് വിളവെടുക്കാനായിട്ട് സാധിക്കും. പച്ചക്കറികൾ അരിയുന്നതിൻ്റെ എല്ലാ വേസ്റ്റും കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഈ മുളകിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇടേണ്ട കാര്യമല്ല. കാരണം ഇതിൻ്റെ ചുവടൊക്കെ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്, ഫംഗസ് രോഗം ഉണ്ടാകും. അപ്പോൾ നമ്മളാണ്ട് കുറച്ച് കാര്യങ്ങൾ, ഉള്ളിത്തൊലിയുണ്ട്, മുട്ടത്തോടൊക്കെ നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം, മുട്ടത്തോടൊക്കെ വലിച്ചെറിയാതെ അതൊക്കെ സൂക്ഷിച്ച് വെക്കുക. അതൊക്കെ ഇങ്ങനെ പൊടിച്ച് നമുക്കിതിൻ്റെയൊക്കെ ചുവട്ടിലിടാം. അതുപോലെ ചായച്ചണ്ടിയുണ്ട്, പഴത്തൊലിയുണ്ട്. ഇത് വളരെയധികം ഗുണം നമ്മുടെ ഈ മുളകിന് ചെയ്യും. ഇത്രയും സാധനങ്ങൾ മാത്രം നമ്മുടെ മുളകിൻ്റെ മൂട്ടിൽ കൊണ്ടൊന്ന് ഇട്ടാൽ മതി. അപ്പോൾ ഈ മുളകിൻ്റെ ചുവട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ ഗ്രോ ബാഗിൻ്റെ സൈഡിൽ നിന്ന് വേണം മണ്ണിങ്ങനെ ഇങ്ങോട്ട് മാറ്റാനായിട്ട്. എന്നിട്ട് ആ സൈഡിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ആഴ്ച 2 പ്രാവശ്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഉണ്ടാകും കേട്ടോ. ഏറ്റവും നല്ല വളമാണിത്. എന്നിട്ട് മണ്ണ് നീക്കി അങ്ങോട്ടേക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമ്മൾ ഒരു മുളക് വളർത്തിയെടുക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ട്. ഇപ്പം അവിടുന്ന് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതായ മുളക് എന്തുമാത്രം കീടങ്ങളുടെ ശല്യം, കീടങ്ങൾ ആക്രമിച്ചും അതേപോലെ കീടനാശിനികൾ തളിച്ചുമാണ് നമുക്ക് പച്ചമുളകായിട്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ വരുന്നത്, നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാകാനായിട്ട് സ്വന്തമായിട്ട് ഇതേപോലെ നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പച്ചമുളകിൻ്റെ വിത്തെടുത്തിട്ട് നിങ്ങൾ ഇട്ടാലും മതി. നിങ്ങൾ ഇതേപോലെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓടിച്ചെന്ന് ഇങ്ങനെ നമുക്ക് 2 പച്ചമുളകൊക്കെ നമുക്ക് പിച്ചെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുരുടിപ്പിന് ഏറ്റവും നല്ലൊരു വിദ്യ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ തന്നെ പരീക്ഷിച്ച ഒരു സാധനമാണിത്. നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനായിട്ട് ആര്യവേപ്പിലയും മഞ്ഞളും വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് വെച്ചത് കലക്കി നമ്മൾ സ്പ്രേ ചെയ്തത്. അപ്പം കോഴിക്കും അത് നല്ല പ്രയോജനം ചെയ്യുന്നതാണ്, കോഴിയുടെ അസുഖത്തിന്. അതേപോലെ തന്നെ അത് കളയണ്ടെന്ന് കരുതിയിട്ട് ആ മുളകിന് കൊണ്ടൊഴിച്ചപ്പോഴും മുളകിൻ്റെ കുരുടിപ്പിന് നല്ല ഇലയൊക്കെ നല്ലതുപോലെ വിടർന്ന് വരാനായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് ഈ
ആര്യവേപ്പില മിശ്രിതം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ കുരുടിപ്പിന് ഒന്ന് നിങ്ങൾ ഇല നുള്ളിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം, അതല്ല കുരുടി നിൽക്കുന്ന ഇലയുടെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ആ കുരുടിയ ഇലകളൊക്കെ ഇങ്ങനെ മാറ്റം വരുന്നതായിട്ട് നമുക്ക് നല്ലതുപോലെ അറിയാനായിട്ട് സാധിക്കും. ആര്യവേപ്പില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്ന് വെച്ചാൽ കറിവേപ്പിലയല്ല, നല്ല കയ്പുള്ള ഇലയാണ് ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത്. അത് ഒരു പിടി എടുക്കുക. പിന്നെ ഒരു കഷ്ണം പച്ചമഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി എടുത്താലും മതി, നമ്മുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന എടുത്താലും മതി, കുഴപ്പമില്ല. അതിനകത്ത് ഒരു കുടം വെളുത്തുള്ളി എന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറി എത്രയോ ഉണ്ടോ അതിനനുസരിച്ച് വെളുത്തുള്ളിയിൽ മാറ്റം വരുത്താം. അപ്പോൾ അതെല്ലാം കൂടെ മിക്സിക്കകത്ത് നല്ലതുപോലെ അരച്ചിട്ട് അതിനകത്ത് നല്ലതുപോലെ വെള്ളവും ചേർത്ത് നമുക്ക് ഈ ചെടികളിൽ കൈകൊണ്ട് തന്നെ തളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പ്രെയർ ഒന്നും വേണമെന്നില്ല, കൈകൊണ്ട് തന്നെ തളിച്ചു കൊടുത്താൽ നമ്മുടെ ചെടിക്ക് നല്ലൊരു മാറ്റം വരുന്നതായിരിക്കും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും അത് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്കത് മാറ്റം വരുന്നതായിരിക്കും. കുറേ പേരത് കാണുകയും കുറേ പേരത് ട്രൈ ചെയ്യുകയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തതായ ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ കൃഷിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എന്ത് രസമാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ അത്യാവശ്യം വേണ്ടതായ മുളകും കൂടെ ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് വന്നിട്ട് നമുക്ക് പച്ചമുളക്, കറിവേപ്പില ഒക്കെ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വിഷമില്ലാത്ത കറിവേപ്പും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ നമുക്ക് നമ്മുടെ കറികൾക്ക് ഇടാനായിട്ട് സാധിക്കും. ഇതേപോലെ നിങ്ങളും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിത്തുകളും ഗ്രോ ബാഗുകളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, നിങ്ങളും ഇതേപോലെ പച്ചക്കറികളൊക്കെ നടാനായിട്ട് ശ്രമിക്കുക, പ്രത്യേകിച്ച് മുളകൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. കുരുടിപ്പൊക്കെ ഈ പ്രയോഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങ് മാറി കിട്ടുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.